ഹായ്, ഗുഡ് മോർണിംഗ്. ത്വമേവ മാതാ ച പിതാ ത്വമേവ ബന്ധുശ്ച സഖാ ദ്രവിണം ത്വമേവ സർവം മമ ദേവദേവ. ശ്രീമദ് ഭഗവത്ഗീത അക്ഷരബ്രഹ്മയോഗം 8-ാം അധ്യായം 26-ാമത്തെ ശ്ലോകമാണ് ചൊല്ലുന്നത്. ശുക്ലകൃഷ്ണേ ഗതീഹ്യേതേ ഹി ഏതേ ജഗദശാശ്വതേ മദേ ഏകയായാത്യനാവൃത്തിം അന്യയാവർത്തതേ പുനഃ. മലയാളം: ഈ രണ്ടു വഴി ലോകത്തിൽ അറിയുന്നിതു ശാശ്വതം, ഒന്നിനാവൃത്തിയേകുന്നത് അന്യമേകുന്നു വർത്തനം. ശുക്ലകൃഷ്ണേ, ശുക്ലവും കൃഷ്ണവുമായ, അതായത് ഒന്ന് ജ്യോതിസിലേക്ക് നയിക്കുന്നതാണ്, കൃഷ്ണ തമസിലേക്ക് നയിക്കുന്നതാണ്. ഏതേ ഗതിഹി, ഈ രണ്ട് മാർഗങ്ങൾ, നേരത്തെ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ വിവരിച്ച രണ്ട് മാർഗങ്ങൾ. ജഗതഃ ശാശ്വതേ മദേഹി, ലോകത്തിൽ ഇന്നോ പെട്ടെന്നുണ്ടായതൊന്നുമല്ല, ആദ്യമേ നിലനിൽക്കുന്നതാണ്, എല്ലാ കാലത്തും നിലനിൽക്കുന്നതായിട്ടാണ് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്. ഏകയാ അനാവൃത്തിം യാതി, ഒന്നിലൂടെ പുനരാവൃത്തി രഹിതമായ മോക്ഷം പ്രാപിക്കുന്നു. അന്യയാ, മറ്റേതിലൂടെ പുനഃ ആവർത്തതേ, വീണ്ടും നമ്മൾ സംസാരത്തിലേക്ക് അല്ലെങ്കിൽ ഈ ലോകത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിലായിട്ട് രണ്ട് മാർഗങ്ങളെ വിവരിച്ചു. അതിലെ ഒന്ന് ശുക്ലഗതിയാണ്, ജ്യോതിസിലേക്ക് നയിക്കുന്ന മാർഗമാണ്. മറ്റേത് കൃഷ്ണഗതിയാണ്, അത് തമസിലേക്ക് നയിക്കുന്ന മാർഗമാണ്. അപ്പോൾ ജ്ഞാനികളുടെ അല്ലെങ്കിൽ പരമപദത്തിൽ മുക്തി ഏകദേശം പരമപദത്തിൽ എത്തിയവരുടെ അതിനുള്ള എല്ലാതരം പരിശ്രമങ്ങളും നടത്തി ഇനി അവിടെ പ്രാപിക്കുക മാത്രമേ വേണ്ടൂ എന്ന ആൾക്കാരുണ്ടല്ലോ, ജ്ഞാനികളായ ബ്രഹ്മോപാസകർ. അവരുടെ മാർഗമാണ് ശുക്ലഗതി അഥവാ ദേവയാനം. അപ്പം ദേവയാനവും പിതൃയാനവുമാണ്. അപ്പോൾ ദേവയാനം എന്ന് പറഞ്ഞാൽ പ്രകാശത്തിൻ്റെ ഒരു വഴിയാണ്, സവികൽപ്പ സമാധിയിലുള്ള യോഗികളുടെ. മറ്റേത് അജ്ഞാനികളുടെയാണ്, അതായത് പുണ്യകർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുന്നുണ്ട്, പക്ഷെ സ്വർഗപ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ് അനുഷ്ഠിക്കുന്നത്. അത് പിതൃയാനമാണ്. അത് അന്ധകാര വ്രതമായിട്ടുള്ള ഒരു മാർഗമാണ്. അതിന് കൃഷ്ണഗതി അല്ലെങ്കിൽ പിതൃയാനം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒന്നിൽ കൂടെ, അതായത് ആദ്യത്തേതിൽ കൂടെ നിവൃത്തി പറഞ്ഞാൽ ഇനിയില്ല, മറ്റേതിലൂടെ പ്രവൃത്തിയും ഉണ്ടാകുന്നു. ഒന്ന് മോക്ഷമാർഗമാണ്, ഒന്ന് ബന്ധമാർഗവും ആണ്. ആധ്യാത്മികതയും ഭൗതികതയുമാണ്. ഇത് രണ്ടും ലോകത്ത് എത്രയോ കാലങ്ങളായിട്ട് എന്നുണ്ടായി എന്നാർക്കും പ്രവചിക്കാൻ പോലും പറ്റാത്ത അത്രയും മുന്നേ തന്നെ നിലനിൽക്കുന്നതാണ്. ഏതെങ്കിലും ഒന്നിലൂടെ നമ്മൾ പോയേ പറ്റൂ. ഇത് രണ്ടും അല്ലാതെ, ഈ രണ്ട് മാർഗങ്ങളിലൂടെ അല്ലാതെ ഇനി വേറൊരു വഴി നമുക്ക് ഇല്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ജനിച്ച് നമ്മൾക്കൊരു അറിവ് വയ്ക്കുന്നവരെയൊക്കെ പാരൻസാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലേ? അച്ഛനമ്മമാർ കൺട്രോൾ ചെയ്താലും അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കുറച്ച് ഏജ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ ജീവിതം, സ്വന്തമായിട്ടുള്ള ഒരു ജീവിതം ആരംഭിക്കാൻ തുടങ്ങും. അവിടെ എന്താണ് നമ്മുടെ ലക്ഷ്യം? ധാരാളമായിട്ട് നമ്മൾക്ക് സമ്പാദിക്കണം, ഉണ്ണണം, ഉടുക്കണം, വീട് വയ്ക്കണം, കിടക്കണം, എല്ലാം നമ്മളുടെ അത്യാവശ്യ ജീവിത കാര്യങ്ങൾ, അല്ലേ? ജീവിതത്തിൽ അത്യാവശ്യം വേണ്ട വളരെ അത്യാവശ്യമാണല്ലോ. പാർപ്പിടം, വസ്ത്രവും ഭക്ഷണവും ഒക്കെ വളരെ അത്യാവശ്യമുള്ള സാധനങ്ങളാണ്. ഇതെല്ലാം ധാരാളമായിട്ട് സമ്പാദിക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ ലക്ഷ്യം. അത് കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല ജീവിതത്തിൽ എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അതൊന്നുമല്ല ജീവിതം എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് ഇല്ല. അങ്ങനെ എല്ലാതും ആസ്വദിച്ച് ജീവിതം തീർക്കുന്നു. ഈ ആസ്വാദനമെല്ലാം വളരെ കുറച്ച് നേരത്തേക്ക് മാത്രമേ നിലനിൽക്കൂ എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ബുദ്ധി മാത്രം അവിടെ ഉണ്ടാവുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങളെ ഇളക്കി മറിക്കുന്ന ധാരാളം വിഷയങ്ങൾ അവിടെ ഉണ്ടാവാം. നമ്മൾക്ക് സങ്കടങ്ങൾ വരുത്തുന്നു, സന്തോഷം വരുത്തുന്നതുമായിട്ടുള്ള ധാരാളം അനുഭവങ്ങളുണ്ടാവാം. ഇതൊക്കെ അനുഭവിക്കുകയാണ് നമ്മൾ.
അപ്പോൾ ബുദ്ധി നമ്മുടെ ശരിക്കും നമ്മളെ മന്ദബുദ്ധികളെന്നാണ് വിളിക്കേണ്ടത്. ബുദ്ധി മന്ദീഭവിച്ചിട്ടുള്ള നമ്മൾക്ക് ഉത്കൃഷ്ടമായിട്ട് ഇതിലെല്ലാം അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ചിന്തിക്കാൻ പോലും പറ്റാതെ നമ്മൾ ആർക്കോ വേണ്ടി എന്തിനോ വേണ്ടി ജീവിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നുള്ളത് ആർക്കും തന്നെ അറിയില്ല. എന്തിനോ നമ്മളുടെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞാൽ നാളെ ഇത് ചെയ്യണം അങ്ങനെയുള്ള ലക്ഷ്യങ്ങളൊക്കെ നമുക്കുണ്ട്. പക്ഷേ അതൊന്നും യഥാർത്ഥത്തിലുള്ള ഒരു പാതയിലേക്കുള്ള ഒരു ലക്ഷ്യമല്ല എന്ന് മാത്രം. എല്ലാം താൽക്കാലികമാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഇതിൽ അങ്ങനെയുള്ളവരുടെ മാർഗമാണത്രേ കൃഷ്ണഗതി, അല്ലെങ്കിൽ ഇരുണ്ട വഴി. ഇനി മറ്റേത് നേരെ തിരിച്ചാണ്. അതൊരു തെളിഞ്ഞ വഴിയാണ്, ആധ്യാത്മികമായിട്ടുള്ള വഴി. അതായത് നമ്മൾ എന്ത് കാര്യങ്ങൾ, കർമ്മങ്ങൾ എപ്പോഴും ചെയ്യണമല്ലോ. ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. അപ്പം നമ്മളെ വശീകരിക്കാനായിട്ട് ഇന്ദ്രിയങ്ങളെപ്പോഴും, മനസ്സും ഇന്ദ്രിയവും കൂടെ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ നമ്മൾ അതിലൊന്നും കുടുങ്ങാതെ, ഭോഗ്യവിഷയങ്ങളിലൊന്നും കുടുങ്ങാതെ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മളുടെ ബുദ്ധി പ്രയോഗിച്ച് ലക്ഷ്യബോധം ഇതൊന്നുമല്ല എന്നത്, എൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളുടെ ഈ പ്രപഞ്ചം മുഴുവനും നിലനിർത്തുന്നത്, പ്രപഞ്ചത്തിന് ആധാരമായിട്ടുള്ള പരമപദം എവിടെയാണോ അല്ലെങ്കിൽ അത് ആരാണോ അതിലേക്ക് ലയിക്കലാണ് എൻ്റെ ഉദ്ദേശം എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ കർമ്മങ്ങൾ ചെയ്യണം. കർമ്മങ്ങൾ ഒരിക്കലും ചെയ്യാതിരിക്കരുത്. നമ്മളെപ്പോഴും ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ എന്ത് കർമ്മങ്ങളാണെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. പക്ഷേ അത് ചെയ്യരുത് എന്നല്ല അവിടെ ഉപദേശിക്കുന്നത്. നാളെ മുതൽ യോഗിയാവാൻ പോവാന്നും പറഞ്ഞ് ഭജന മാത്രം, പ്രാർത്ഥന മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, അത് ചെയ്യുമ്പോഴും നമ്മുടെ മനസ്സ് അതിലായിരിക്കണം. വേറെ എന്തെങ്കിലും ചിന്തിച്ച് നമ്മൾ ഭജിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലക്ഷ്യം നമ്മുടെ മുന്നിലുണ്ട്. എന്ത് കർമ്മം ചെയ്യുകയാണെങ്കിലും ഭഗവാന് ആസ്പദമാക്കിയിട്ട്, അല്ലെങ്കിൽ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അപ്പം നമുക്ക് ദുഷ്ടത്തരം ചെയ്യാൻ തോന്നില്ല. ദുഷ്ടകാര്യങ്ങൾ ചെയ്യുമ്പോൾ ഉടനെ നമ്മൾ നമ്മുടെ മനസ്സിനോട് തന്നെ ചോദിക്കുക, ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എങ്കിൽ ഞാൻ ചെയ്യട്ടെ. നമുക്കപ്പം തന്നെ മനസ്സ് ഉത്തരം തരും, വേണ്ട അതിലെ പോണ്ടട്ടോ, ശരിയല്ല, അങ്ങനെ പോകുന്ന വഴി തെറ്റായിരിക്കുമെന്ന്. അങ്ങനെ 2-3 പ്രാവശ്യം നമ്മൾ ചിന്തിക്കുമ്പോഴും അതേ ആൻസർ തന്നെ നമ്മൾക്ക് കിട്ടുകയാണെങ്കിൽ, അല്ലേ, ചില കാര്യങ്ങൾക്ക് തീരുമാനം എടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക. ഒടുവിലൊരു മനസ്സിലൊരു തെളിവ് വരും, ഇന്ന പ്രകാരം ചെയ്യുകയാണ് നല്ലത്. അപ്പോൾ നമ്മളത് ചെയ്യുന്നു. അത് നല്ലതായിരിക്കണം എന്ന് മാത്രം. ഈ യോഗസാധനകൾ വളരെയധികം കാലമായിട്ട് അനുഷ്ഠിക്കുന്നവരുടെ മനസ്സിൽ പോലും ചിലപ്പോൾ പൂർവ്വവാസനകളുണ്ടാവുമല്ലോ. ആ പൂർവ്വവാസനകൾ അവരുടെ മനസ്സിനെ ഇങ്ങനെ ഇളക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ എന്ത് ചെയ്യണം? ഈ 2 പ്രവണതകൾ എന്നും നിലനിൽക്കുന്നതല്ലേ. ഭഗവാന്റെ ഒരു ഇച്ഛയുണ്ട്, നമ്മൾ ജീവിക്കുന്ന ലോകത്തിൽ നമ്മളെ പിടിച്ചു വലിക്കുന്ന കാര്യങ്ങളുമുണ്ട്. ഇതൊക്കെ എന്നും നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഏത് വഴിക്കാണ് പോകേണ്ടത് എന്നുള്ളതിന് ഒരു ഉത്തരം അവർ തന്നെ കണ്ടുപിടിച്ച് അതിലൂടെ പോകണം. അപ്പോൾ പിന്നെ ഒരു സംശയം വരും, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് എന്താണ് പ്രയോജനം എന്ന്. അതിനുള്ള ഉത്തരമാണ് 27ാമത്തെ ശ്ലോകം. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ യോഗീ മുഹ്യതി കശ്ചന തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവാർജുന. നൈതേ ശ്രുതി പാർത്ഥ ജാനൻ എന്നാണ് മലയാളം. ഈ 2 മാർഗമേകില്ല തീരാമോഹങ്ങൾ യുക്തനും, അതോർത്തെല്ലാ നിലയിലും യുക്തനായി തീരുകർജുന. പാർത്ഥ, ഏതേ ശ്രുതി ജാനൻ അർജുന, ഈ 2 മാർഗങ്ങളെയും അറിയുന്ന കശ്ചന യോഗി ന മുഹ്യതി, ഒരു യോഗിയും വ്യാമോഹത്തിൽ പെടുന്നില്ല. തസ്മാത്, അതുകൊണ്ട് അർജുന, ഹേ അർജുന, സർവേഷു കാലേഷു, എല്ലാ കാലത്തും സദാസമയവും യോഗയുക്ത ഭവ, യോഗയുക്തനായി ഭവിക്കൂ. പരമാത്മാവിനെ പറ്റി മാത്രം ചിന്തിക്കൂ, അതിൽ മനസ്സ് ഉറപ്പിക്കൂ. അപ്പം മനസ്സിൻ്റെ 2 സ്വഭാവങ്ങൾ പറഞ്ഞു കൊടുത്തു. അന്തർമുഖതയുണ്ട്, ബഹിർമുഖതയുണ്ട്. മനസ്സുള്ളിടത്തോളം കാലം ഇവർ തമ്മിൽ പിടിവലി എപ്പോഴും ഉണ്ടായിരിക്കും. ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള സംഘടനം പോലെ തന്നെ. പക്ഷേ യോഗി എപ്പോഴും ഇതെല്ലാം
മുന്നിലൂടെ കടന്നു പോയാലും അങ്ങനെയുള്ള വ്യാമോഹത്തിലൊന്നും പെടുന്നില്ല. അങ്ങനെ അതുകൊണ്ട് എന്ത് ചെയ്യണം? അർജുന, നീ സദാസമയവും യോഗയുക്തനായി വർത്തിക്കൂ. അതായത് നിൻ്റെ ഇന്ദ്രിയ മനോബുദ്ധികളിൽ നിന്ന് നമ്മുടെ മനസ്സിനെയൊക്കെ പിൻവലിച്ച് അതിലുള്ള അഭിമാനമൊക്കെ വെടിഞ്ഞ് അന്തരാത്മാവിൽ താതാത്മ്യം പ്രാപിക്കൂ. തസ്മാത് സർവേഷു കാലേഷു യോഗയുക്തോ ഭവ അർജുന. അപ്പോൾ പുനരാവൃത്തി എന്താണെന്ന് വിവരിച്ചു കൊടുത്തു. 2 തരം മരണഗതികൾ വിവരിച്ചു കൊടുത്തു. പരമാത്മാവിൻ്റെ സാന്നിധ്യം ഓർത്ത് അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. അതിന് കഴിയണം. അപ്പോൾ ജോലി തിരക്കുണ്ട് നമ്മൾക്ക്, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല എന്ന് പറയാൻ ഒരിക്കലും ഇടവരരുത്. കാരണം എന്ത് കാര്യങ്ങൾ എപ്പോൾ ചെയ്യുമ്പോഴും നമുക്ക് ഭഗവാനിൽ അർപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എപ്പോഴും പരമപദം പ്രാപിക്കാനും എളുപ്പമുണ്ടാവും. നമ്മളുടെ ജീവിതത്തിൽ ശരിക്ക് വെറുമൊരു ആവർത്തനമാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ജനിക്കുന്നു, നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല. ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്നു. ഇനി മരണം എപ്പോഴാണ് വരിക അതും അറിയില്ല. മരണാനന്തരം എന്ത് നമുക്ക് സംഭവിക്കും അതും അറിയില്ല. ആർക്കോ വേണ്ടി ജീവിക്കുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും കർമ്മമാർഗം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. ജീവിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ കർമ്മമാർഗം അനുഷ്ഠിച്ചേ പറ്റുള്ളൂ. അത് ഏത് തരത്തിലുള്ള കർമ്മമായിരിക്കണം? നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ മുഴുവനായിട്ടും ഭഗവാനിൽ അർപ്പണം ചെയ്ത്, അതായത് ഭഗവാന് സമർപ്പിക്കുകയാണ് എന്ന രീതിയിൽ ചിന്തിച്ച് തൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അത് കർമ്മയോഗത്തിൽ ആദ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കർമ്മം ചെയ്യാണ്ട് ഓടിപ്പോവാൻ പോയ അർജുനനോട് അതല്ല നിനക്ക് ശ്രേഷ്ഠ, നിൻ്റെ കർമ്മം ചെയ്യലാണ് നിൻ്റെ ഡ്യൂട്ടി എന്ന് അന്ന് തന്നെ ഭഗവാൻ ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും അത് തന്നെയാണ് പറയുന്നത്. പക്ഷേ എങ്ങനെയുള്ള കർമ്മങ്ങളാണെന്ന് ഒന്നുകൂടെ വിവരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഈ അധ്യായത്തിൽ ഒരു ശ്ലോകം കൂടിയുണ്ട്. അതിൽ യോഗമാഹാത്മ്യം എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അർജുനന്. അതോടുകൂടെ ഈ 8-ാം അധ്യായം അക്ഷരബ്രഹ്മയോഗം അവസാനിക്കും. ഓക്കെ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനി അനന്തഭൂമാ മമ രോഗരാശിം നിരുന്ധിവാദാലയ വാസവിഷ്ണു.